ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ചെറിയൊരു ക്യൂക്ക് മൂവി റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെയ്യാൻ പോകുന്ന മൂവി റിവ്യൂ നമ്മുടെ മാർക്കോയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർക്കോ മിഖായൽ ഹനീഫത്തീനിയുടെ തന്നെ മിഖായൽ മൂവിയുടെ ഒരു പ്രീക്വൽ ആയിട്ടുള്ള ഇതാണ്. അതിൽ ഉണ്ണിമൂന്നൻ ചെയ്ത മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് മാർക്കോ. ഹനീഫത്തീനി ഈ പറഞ്ഞ പോലെ ദ ഗ്രേറ്റ് ഫാദർ, അതുപോലെ മിഖായേൽ, പിന്നെ എബ്രഹാമിൻ്റെ സന്തതികളുടെ റൈറ്റർ, അതൊക്കെയാണ് പുള്ളി. ഇതിലെ ഹീറോ ഉണ്ണിമുന്തൻ. അപ്പോൾ ഇതിൽ ഭയങ്കര ഹൈപ്പായിട്ട് വന്നൊരു മൂവിയാണ് മാർക്കോ. അപ്പോൾ എന്താ പറയുക, ആ ഹൈപ്പ് വച്ചിട്ട് അങ്ങനെ ഒരു ഹൈപ്പ് വെച്ചിട്ട് പോയി കണ്ടൊരു മൂവിയല്ല, പക്ഷെ എന്തോ കാണണമെന്ന് തോന്നിയിട്ട് പോയി കണ്ടൊരു മൂവിയാണ്. അപ്പോൾ വലിയ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോയി കണ്ടത് കൊണ്ടായിരിക്കാം എനിക്ക് മൂവി ഓക്കെ ആയിരുന്നു ഇൻ ദ സെൻസ്, എന്താ പറയുക, അത് ഭയങ്കര അടിപൊളിയാണെന്നല്ല പറയണേ, പക്ഷേ ആ മൂവിയുടെ മേക്കിംഗ്, എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് മേക്കിങ്, അതുപോലെ തന്നെ BGM. ഇത് രണ്ടും ആ മൂവി ഭയങ്കരമായിട്ട്, ഒരു BGM എന്താ, ഒരു മൂവിയിൽ BGM എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂവി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. രവി ബാസുറാണ് സലാറിലൊക്കെ മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്ന പുള്ളിയാണ് ഇതിലെ BGMും മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മേക്കിംഗ്, അതിൻ്റെ DOP എന്ന് പറയുന്നത് ചന്ദ്രു സെൽവരാജാണ് ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത്. പുള്ളി മലയാളത്തിൽ ജയ് ഗണേഷ്, അതുപോലെ തന്നെ മധുര മനോഹര മോഹം, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ടും ആ മൂവിയിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ പറയേണ്ട എനിക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ജഗദീഷിൻ്റെ റോളാണ്. ജഗദീഷ് വില്ലനായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര, എന്താ പറയുക, നമ്മൾ കുറേ എക്സ്പെക്റ്റ് ഒക്കെ ചെയ്തു പുള്ളിയുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ഇതിലെ ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോൺ പോലത്തെ ഒരു രീതിക്കാണ് പുള്ളീനെ അതിൽ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ആ റോള് അത്ര നന്നായിട്ട് ചേർന്നില്ല. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ അതത്ര നന്നായിട്ട് ചേരാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷെ ഒരു വില്ലൻ, സാധാ ഒരു വില്ലൻ അല്ലെങ്കിൽ സീരിയസ് റോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷെ ഇതൊരു ഡോൺ എന്നുള്ള ഒരു രീതിക്ക് വന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു പ്രശ്നമായിട്ട് തോന്നിയ കാര്യം ഡയലോഗ്സ് ആണ്. ഇതിലെ ഡയലോഗ് ഭയങ്കര, എന്താ പറയുക, ക്രിഞ്ചെന്ന് പറയാൻ പറ്റില്ല, ക്രിഞ്ചല്ല, എന്താ വേർഡ് എനിക്ക് കിട്ടുന്നില്ല. ഇതൊരു അത്ര സുഖമില്ലാത്ത രീതിക്ക് എനിക്ക് തോന്നി. കറക്റ്റായിട്ട്, എന്താ പറയുക, വളരെ കുറച്ച് ഡയലോഗ്സേ അതിലുള്ളൂ. ഫുള്ള് ഡയലോഗ്സും കാര്യങ്ങളുള്ള ഒരു മൂവിയല്ല. അപ്പോൾ ഉള്ള ഡയലോഗ്സ്, എന്താ പറയുക, അത്ര സുഖമുള്ളതായിട്ട് തോന്നിയില്ല. അത് ഒരാളുടെ കൈ ഫുള്ളായിട്ട് പോയിരിക്കണം, അയാളുടെ അടുത്ത് വന്നിട്ട് നിനക്ക് വേദനിക്കുന്നുണ്ടോടാ എന്നൊക്കെ ചോദിക്കണ രീതിക്കുള്ള ടൈപ്പ് ഡയലോഗുകളാണ് അതിലുള്ളത്. സോ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ദെൻ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഉണ്ണിമുന്തനെ പറ്റിയിട്ടാണ്. പുള്ളി, എന്താ പറയുക, നല്ല ആൾ, ഭയങ്കര മാസ് സ്റ്റൈല്, അതെല്ലാം പക്ക, എല്ലാം ഓക്കെ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. അതിൻ്റെ BGM പുള്ളി വരുമ്പോഴും അതുപോലെ തന്നെ BGMും കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ നല്ല രസമുണ്ടായി കാണാനായിട്ട്. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെയും ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. പല സീനിലും ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അതൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അല്ലാണ്ട് അതിനകത്ത് ഡയലോഗും കാര്യങ്ങളൊക്കെ കുറവാണ്. സോ ആക്ടിങ്, അതിൽ നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ഇടി കുത്ത് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു രീതിക്ക് പുള്ളി എന്തായാലും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വേറൊരു പടത്തിൽ ഡിഫക്റ്റായിട്ട് തോന്നിയ കാര്യം, ഉണ്ണിമുന്തൻ്റെ പേരായിട്ട് അഭിനയിച്ച ആക്ട്രസ്സാണ്. യുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരി മലയാളി അല്ല. സോ അത് ശരിക്കും നമുക്ക് എടുത്ത് കാണാനായിട്ട് പറ്റും. ഡബ് ചെയ്തേക്കുന്നതിലൊക്കെ ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിനെ പകരം വേറെ ഒരാളെ വെക്കായിരുന്നു എന്ന് തോന്നി. അതൊരു ഡിഫക്റ്റായിട്ടാണ് തോന്നിയത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പടം അപ്പോൾ ഇവർ ഇറക്കിയേക്കുന്ന തന്നെ ഭയങ്കര ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും വയലൻസ് ഉള്ള ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു രീതിക്കാണ് ഇവർ ഇറക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി വരെ, എന്താ പറയുക, സാധാ നോർമൽ പോലെയാണ് പോയത്. അപ്പോൾ ഞാൻ ഓർത്തോ ഇതിൽ ഇത്ര വയലൻസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇൻ്റർവെല്ലിനൊരു 20 മിനിറ്റ്സ് മുന്നേ തൊട്ട്
പിന്നെ പടം തീരണ വരെ വയലൻസ് ആണ്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വയലൻസ്, ഭയങ്കര വയലൻസ്. അവരൊന്നും ബ്ലർ ചെയ്ത് കാണിക്കും ഒന്നും ചെയ്യുന്നില്ല. അത്രയും ഒരു രീതിക്കാണ് അവർ വയലൻസ് എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഫാമിലി ആയിട്ട് നിങ്ങളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും അങ്ങനെ പോയി കാണാൻ ഞാൻ പറയില്ല. കാരണം കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത രീതിക്കുള്ള വയലൻസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് ഫാമിലി ആയിട്ട് പോയി കാണാൻ പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ പടത്തിൽ തോന്നിയ, അത് പടം കൊള്ളില്ല എന്നുള്ള രീതിക്കല്ല, പടം നല്ല രീതിക്ക് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. വയലൻസും കാര്യങ്ങളും, അത് വയലൻസ് കൊള്ളില്ല എന്നുള്ള രീതിക്കാണ് ഫാമിലി ആയിട്ട് പോയി കാണാന്ന് പറഞ്ഞത്, അല്ലാണ്ട് പടം കൊള്ളാത്ത രീതിക്കല്ല. സോ ഓവറോൾ എനിക്ക് പേഴ്സണലി ഒരു ഓക്കെ, നമുക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നി. റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 out of 5 ഞാൻ കൊടുക്കും.